ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. അതിൽ നാലാമത്തെ യൂണിറ്റിലെ ഗലീലെ എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ ഒരു മാർക്കിന്റെ രണ്ട് ക്വസ്റ്റ്യൻസ് മക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഗലീലിയോ കിസ്കി രചനാഹ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക. നമുക്കറിയാം ശുക്രാചാര്യാണ് അല്ലേ. അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കിസ് വിധാക്കി രചനാഹ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ലേഖാണെന്ന് അറിയാം അല്ലേ. അപ്പൊ അത് രണ്ടും ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ പിന്നെ വരുന്നത് നമുക്ക് ഒരു പോസ്റ്റർ ആണ്. പോസ്റ്റർ തയ്യാറാക്കാനുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. 15 फरवरी गलीलियो दिवस है. मान ले इस अवसर पर आपके स्कूल में विज्ञान प्रदर्शनी होने वाली है. इसके प्रचार के लिए പോസ്റ്റർ തയ്യാർ करें. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് 15 ഫെബ്രുവരി ഗലീലിയോ ദിവസ് ഹെ, ഫെബ്രുവരി 15 ഗലീലിയോ ദിനമാണ്. മാൻ ലേ ഇസ് അവസർ പർ ആപ്കെ സ്കൂൾ മേ വിജ്ഞാൻ പ്രദർശനി ഹോനെ വാലി ഹെ. ഈ അവസരത്തിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു ശാസ്ത്ര പ്രദർശനം നടക്കുന്നു എന്ന് കരുതുക. ഇസ്കെ പ്രചാർ കെ ലിയെ പോസ്റ്റർ തയ്യാർ കരേ. ഇത് പ്രചരിപ്പിക്കാൻ പോസ്റ്ററുകൾ തയ്യാറാക്കാനാണ് പറയുന്നത്. ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യാ, ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. എന്താണ്, ഇവിടെ ഡേറ്റ് തന്നിട്ടുണ്ട്, ഗലീലി ദിവസം എന്നുണ്ട്, അതുപോലെ വിജ്ഞാന പ്രദർശനി എന്നുണ്ട്, ഓക്കെ, സ്കൂളിൽ നിന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക. അതിനകത്ത് ക്വസ്റ്റ്യനിലുള്ള വിജ്ഞാന പ്രദർശനി എന്ന് അതുപോലെ എഴുതി വെക്കുക. അത് കുറച്ച് ബോൾഡായിട്ട് കൊടുക്കുക. പിന്നെ അതിന്റെ താഴെ ഗലീലിയ ദിവസം എന്ന് കൊടുക്കുക. അത് കുറച്ചുകൂടി ചെറുതായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ഒരു സ്പേസ് ഒന്ന് വിടുക. എന്നിട്ട് കുറച്ച് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഡേറ്റ് കൊടുക്കുക. 15 ഫെബ്രുവരി 2025 എന്ന് കൊടുക്കുക. അതിന്റെ തൊട്ട് താഴെ നമുക്ക് ടൈം കാര്യങ്ങളൊന്നും നമുക്ക് ക്വസ്റ്റ്യനിലില്ല, പക്ഷെ നമുക്ക് അവിടെ ഒരു ടൈം കൊടുക്കാം. സുബ 9 ബജേസെ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് വീണ്ടും കുറച്ച് സ്പേസ് കൊടുക്കുക. അതിന്റെ താഴെ നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്കൂൾ എന്നുണ്ട്, നമുക്ക് അവിടെ ചേർക്കാം സ്കൂൾ സഭാ ഭവൻ എന്ന് കൊടുക്കാം. എന്നിട്ട് അതിന്റെ താഴെ സബ്ക സ്വാഗതം എന്നും പറഞ്ഞ് നമുക്ക് അവിടെ എൻഡ് ചെയ്യാം. എന്നിട്ട് അതൊരു ബോക്സിനകത്താണ് വരയ്ക്കേണ്ടത്. ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് മക്കൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണിത്. അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് എഴുതുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് അതിൽ നിന്ന് തന്നെയാണ്. ഗലീലിയോ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഉള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും. അതായത് ഗലീലിയോ കെ ജീവൻ കെ ആധാർ പർ ടിപ്പണി ലിഖേ. അതായത് ഗലീലിയോയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. गलीलियो इटली के प्रसिद्ध वैज्ञानिक थे. वे हर चीज को ध्यान से देखते थे. चूलते पेंडुलम को देखकर उन्होंने समय मापने का सिद्धांत पाया. गलीलियो ने चंद्रमा के सतह के बारे में बहुत जानकारी प्रदान किया. അപ്പൊ എന്താണ്, ഗലീലിയോ ഇറ്റലി കെ പ്രസിദ്ധ് വൈജ്ഞാനിക് ഥേ. നമുക്ക് എഴുതാം, ഗലീലിയോ ഒരു പ്രശസ്ത ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിരുന്നു. വേ ഹർ ചീസ് കോ ധ്യാൻ സേ ദേഖ്തേ ഥേ. നമുക്കറിയാം അല്ലേ, അദ്ദേഹം എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം ഇങ്ങനെ നിരീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ചൂൽത്തെ പെൻഡുലം കോ ദേഖ്കർ ഉനോനെ സമയ മാപനെ കാ സിദ്ധാന്ത് പായ. അപ്പോ അവിടെ എന്താ പറയുന്നത്, ആടുന്ന പെൻഡുലങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് സമയം അളക്കുന്നതിനുള്ള തത്വം അദ്ദേഹം കണ്ടെത്തി അല്ലേ. ഗലീലിയോനെ ചന്ദ്രമാ കെ സതഹ് കെ ബാരെ മേ ബഹുത് ജാൻകാരി പ്രദാൻ കിയ. പിന്നെന്താണ്, ചന്ദ്രോപരിതലത്തെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ ഗലീലിയോ നൽകുകയും ചെയ്തു. നെക്സ്റ്റ്, उन्होंने यह भी सबूत के साथ सिद्ध किया कि पृथ्वी सूर्य के चारों ओर घूमती है. उनके प्रयोग और सिद्धांत विज्ञान को नई दिशा दी. उन्होंने प्रमाण और सत्य को सबसे महत्वपूर्ण माना. उनकी निडरता और जिज्ञासा सबके लिए प्रेरणा ही है. इसी कारण उन्हें आधुनिक विज्ञान का जनक कहा जाता है. अदायद उन्होंने यह भी सबूत के साथ सिद्ध किया कि पृथ्वी सूर्य के चारों ओर घूमती है. അതായത് തെളിവുകൾ സഹിതം അവിടെ എന്ത് ചെയ്തു, കൊണ്ടുവന്നു എന്നാ പറയുന്നത്. എന്താണ്, ഭൂമി സൂര്യനെ ചുറ്റുന്നുവെന്ന് അദ്ദേഹം തെളിവുകൾ സഹിതം
അവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഉൻകെ പ്രയോഗ് ഔർ സിദ്ധാന്ത് വിജ്ഞാൻ കോ നയി ദിശ ധി. പിന്നെന്താണ്? അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളും സിദ്ധാന്തങ്ങളും എന്ത് ചെയ്തു? ഉन्होंने പ്രമാൺ ഔർ സത്യക്കോ സബ്സെ മഹത്വപൂർണ്ണ മാന. അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളും സിദ്ധാന്തങ്ങളും ശാസ്ത്രത്തിന് പുതിയ ദിശാബോധം നൽകി എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? തെളിവുകളും സത്യവും പരമപ്രധാനമാണെന്ന് അദ്ദേഹം കരുതി. ഉൻകി നിഡർത ഔർ ജിജ്ഞാസ സബ്കെ ലിയെ പ്രേരണ ഹി ഹെ. അദ്ദേഹത്തിന്റെ നിർഭയത്വവും ജിജ്ഞാസയും എല്ലാവർക്കും പ്രചോദനമാണ്. ഇസി കാരൺ ഉനേ ആധുനിക വിജ്ഞാൻ കാ ജനക് കഹാ ജാതാ ഹെ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് രണ്ടും നന്നായി പഠിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ.